നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവായി. മന്നാകയും കാക്കുവാൻ ഓമന പൈതൽ വന്നേ. മാതേ പാരിതിൽ പെറ്റമ്മ കണ്ണേയോ, വീണാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകഴ് പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും വേരായോളേ മറിയേ. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, സിയോണിൻ നാഥനു പാതയായി മാറുന്നോളേ. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ജ്ഞാനസ്നാനം കൂടാശയുടെ ഈ കുഞ്ഞിനെ കർത്താവിന്റെ ദത്തപുത്ര അവകാശത്തിലെ സഭയിലെ ഔദ്യോഗിക അംഗമായി നാം സ്വീകരിക്കുകയാണ്. ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ ഈ കുഞ്ഞിനു വേണ്ടി മാതാപിതാക്കൾ, ജ്ഞാനമാതാപിതാക്കൾ, ബന്ധുമിത്രാദികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാം വിശ്വാസവും ഈ കുഞ്ഞിന് മാതൃകയും സത്യപ്രകാശത്തിന്റെ ജീവനുമായ ക്രിസ്തുവിനെ പാദം പിന്തുടരുവാൻ നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുദാശയും നമുക്ക് ഭക്തിപൂർവ്വം പങ്കുകൊള്ളാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലാമിത്യ എന്ന മകളെ തിരുസഭയ്ക്ക് സമർപ്പിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? പ്രിയ കുഞ്ഞെ അത്യന്തം ജ്ഞാനസ്നാനം നൽകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ വിശ്വാസപ്പെടുത്തുന്ന ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ക്രിസ്തുനാഥൻ പഠിപ്പിച്ചതുപോലെ ദൈവത്തെയും അയൽക്കാരെയും സ്നേഹിച്ച് ദൈവപ്രമാണം പരിശുദ്ധമായി ജീവിക്കുവാൻ ഈ കുഞ്ഞിനെ സഹായിക്കണം നിങ്ങളുടെ ചുമതലയാണ്. ഈ ചുമതല ഏറ്റെടുക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? ജ്ഞാനസ്നാനം ഉദാശയിൽ ക്രിസ്തുവിനെ സമർപ്പിക്കുവാൻ ദേവാലയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത്യന്ത സന്തോഷത്തോടെയാണ് ക്രൈസ്തവ സമൂഹം നിന്നെ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ ഈ സമൂഹത്തിൻ്റെ നാമത്തിൽ നിന്നെ കുരിശടയാളത്താൽ രക്ഷിതാവായ ക്രിസ്തുവിന് ഉടമപ്പെടുത്തുന്നു. ഇതാ നിന്റെ തെറ്റുതടങ്ങളിൽ ഞാൻ കുരിശു കർത്താവ് നിങ്ങളോടുകൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്നു ജോർദാനിൽ വന്ന് സ്നാപകനാണ് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും അവർ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. പ്രിയ സഹോദരങ്ങളെ, ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ പോകുന്ന ഈ ശിശുവിനെയും മാതാപിതാക്കൾ, ജ്ഞാനമാതാപിതാക്കൾ എന്നിവരെയും ജ്ഞാനസ്നാനം സ്വീകരിച്ചുള്ള ഏവരെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മഹിമയേറിയ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെ ദിവ്യരഹസ്യത്താൽ ജ്ഞാനസ്നാനം വഴി നവജന്മം നൽകുവാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചു വിശുദ്ധ സഭയിൽ അംഗമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേ പിതാവ്, വിശുദ്ധ സ്നാപക യോഹന്നാനെ, വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, ഉപേക്ഷിക്കുന്നുവോ? ആകാശത്തിൻ്റെ ഭൂമിയുടെയും സൃഷ്ടാവ് സർവശക്തിയുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ മരത്തിൽ ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവരുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യജീവ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതാണ് നമ്മുടെ വിശ്വാസം. സഭയുടെ വിശ്വാസവും ഇത് തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രഖ്യാപിക്കുന്ന തീരുമാനം കൊള്ളുന്നു. നാം ഒന്നുചേർന്ന് പ്രഖ്യാപിച്ച സഭയുടെ വിശ്വാസത്തിൽ ലാഭം ചെയ്യും ജ്ഞാനസ്ഥാനപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ലാഭം ചെയ്യും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്ന് ഞാൻ ജ്ഞാനസ്ഥാനപ്പെടുത്തുന്നു. പ്രവാചകൻ രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്തിനുമായി ജീവിച്ചു വിദ്യാഭ്യാസം പ്രാപിക്കുവാൻ പിതാവായ ദൈവം നിന്നെ ഇപ്പോൾ രക്ഷയുടെ പ്രതിഷ്ഠാതൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞിരിക്കുന്നു. ഈ വെള്ള വസ്ത്രങ്ങൾ ക്രൈസ്തവ പദവിയുടെ ഭാഗ്യചിഹ്നമായിരിക്കട്ടെ. ബന്ധുമിത്രാദികളുടെ ഉപദേശത്താലും ജീവിത മാതൃകയാലും പ്രചോദിതയായി മഹിമയേറെ ഈ പദവി മലിനപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചു നിത്യ സൗഭാഗ്യത്തിന് അർഹയാവുക. ക്രിസ്തുവിന്റെ പ്രകാശം സ്വീകരിക്കുക. മാതാപിതാക്കളെ, ജ്ഞാനമാതാപിതാക്കളെ, ഈ ദീപം ഒരിക്കലും പൊലിയാതെ കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. സഭാശക്തിയും നൽകി ദൈവവചനം കേൾക്കുന്നതിന് എൻ്റെ ചെവികളെയും പിതാവ് ദൈവത്തിൻ്റെ മഹത്വ പ്രഖ്യാപിക്കുന്ന അതിരങ്ങളെ അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാക്കളെ ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.
എന്തു പറഞ്ഞാലും